പിണക്കങ്ങൾ മാറ്റാൻ നമുക്ക് ഇനിയെങ്കിലും കഴിയണം. ആരായിരിക്കും സഹോദരങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുക? ഭാര്യയായിരിക്കോ? ഭർത്താവായിരിക്കോ? 25 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വയനാട്ടിലെ 10-30 ജനാസകൾ, 10-30 മയ്യത്തുകൾ നിലമ്പൂരിലേക്ക് എത്തിയത്. ആരാ കുളിപ്പിച്ചത്? ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, പേരറിയാത്തവർ. എന്താ കിട്ടിയത്? ഒരു കാല്, ഒരു കയ്യ്. അത് കുളിപ്പിച്ച് കഫം ചെയ്തത് ജനിച്ചിട്ടിന്ന് വരെ കണ്ടിട്ടില്ലാത്തവർ. ആരായിരിക്കും? അതുകൊണ്ട് എങ്ങോട്ടാ സഹോദരങ്ങളെ ഈ പിണക്കങ്ങൾ? ഒരു മെസ്സേജ് കണ്ടില്ല, ഒരു സഹോദരിയുടെ മെസ്സേജ്. ഉമ്മ നഷ്ടപ്പെട്ട ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണമെന്നാണ്. നൊന്തുപെറ്റ മക്കളില്ലേ, പോറ്റി വളർത്തുന്ന മക്കൾ, നാം കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാള് നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഉണ്ടോ? എന്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ഒരു പെണ്ണ് യാത്ര ചെയ്തു വരുമെന്ന് ജീവിതത്തിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരെ? പക്ഷേ കൈക്കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നത് അയൽവാസിയായിരിക്കും. അയാളോടാണ് ഒരു പ്ലാവിന്റെ കൊമ്പിന്റെ പേരിൽ 10 കൊല്ലായി നമ്മൾ തെറ്റി നിൽക്കുന്നത്, അല്ലേ? പിണക്കങ്ങൾ മറക്കാനുള്ള സമയമാണിത്. ഉമ്മാനെ കണ്ടിട്ട് എത്ര ദിവസമായി? ഉപ്പാനെ കണ്ടിട്ട് എത്ര ദിവസമായി? എളാപ്പാന്റെയും മൂത്താപ്പാന്റെയും വീട്ടിലെത്തിയിട്ട് എത്ര ദിവസമായി? എങ്ങോട്ടാ സഹോദരങ്ങളെ കാത്തു നിൽക്കുന്നത്?